വയനാട് ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി. എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി തള്ളിയാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ സർക്കാരിന് എസ്റ്റേറ്റുകൾ സൌകര്യം ചെയ്യണം. എസ്റ്റേറ്റ് ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം കുറഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ്, നമുക്കൊപ്പം എത്തുന്നു. ശ്യാം ദേവരാജ്, ഉത്തരവിന്റെ പകർപ്പ് പരിശോധിക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി കണക്കിലെടുത്തിട്ടുള്ളത്? ശ്യാം ദേവരാജ്, സർക്കാരിന് ഭൂമി അളക്കാനുള്ള സൌകര്യം എസ്റ്റേറ്റുകൾ ചെയ്തു കൊടുക്കണം എന്നതാണ് എൽസ്റ്റണിനും ഹാരിസൺ മലയാളത്തിനും ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. നഷ്ടപരിഹാരം കുറഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കാം. വയനാട് പുനരധിവാസത്തിൽ നിർണായകമായ ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരം കുറയുകയാണെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. ശ്യാം ദേവരാജ്, കേൾക്കാമെന്ന് കരുതുന്നു. സർക്കാരിന് ഭൂമി അളക്കാൻ സൌകര്യമൊരുക്കണം എന്നതടക്കം നിർണായകമായ ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, ഉത്തരവിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ നടപടി. അതിനപ്പുറം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷയേക്കുന്ന നടപടി കൂടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി അത്തരമൊരു അനുകൂലമായ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകളുടെ ആവശ്യമാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളുകയും ചെയ്തത്. ഇതനുസരിച്ച് മാതൃകാ ടൗൺഷിപ്പ് പദ്ധതി അനുസരിച്ച് 1210 കുടുംബങ്ങളെ പ്രദേശത്ത് പുനരധിവസിപ്പിക്കാനാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതിൽ വൈത്തിരി താലൂക്കിലെ 2 വില്ലേജുകളിലായാണ് 143.41 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നത്. ഇതിനായി സർക്കാർ തീരുമാനമെടുത്തത് കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കുകയും ചെയ്തത്. ഇതിൽ നെടുമ്പാല വില്ലേജിലെ ഹാരിസൺ മലയാളത്തിന്റെ 65 ഹെക്ടർ ഭൂമി ഉൾപ്പെടുന്നു. കോട്ടപ്പടി വില്ലേജിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടർ ഭൂമിയാണ് ഉൾപ്പെടുകയും ചെയ്യുന്നത്. ഈ ഒക്ടോബർ 4-ലെ ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കി. ഒപ്പം ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും നഷ്ടപരിഹാരം കുറഞ്ഞു എന്ന് തോന്നിയാൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടി സ്വീകരിക്കാം എന്നുമാണ് ഹൈക്കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി സർക്കാരിന് സ്വതന്ത്രമായി തന്നെ മുന്നോട്ട് പോകാം. ഏറ്റെടുക്കുന്ന ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ സർക്കാരിന് എസ്റ്റേറ്റുകൾ സൗകര്യം നൽകണം. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം എന്നുകൂടിയാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. 2013-ലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ചാണ് എസ്റ്റേറ്റ് ഉടമകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകേണ്ടത്. ഈ നഷ്ടപരിഹാരം നൽകുന്ന തുകയ്ക്ക് തുല്യമായി എസ്റ്റേറ്റ് ഉടമകൾ ബോണ്ട് നൽകുക കൂടി വേണം. അത് കാരണം ഇതിന്റെ ഉടമസ്ഥാവകാശ തർക്കം നിലവിലുണ്ട്. അത് വയനാട്ടിലെ സിവിൽ കോടതിയിലാണ് നടക്കുന്നത്. ഈ സിവിൽ കോടതിയുടെ ഉത്തരവിന് വിധേയമായിരിക്കും ബോണ്ടിലെ അവകാശം എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.